ഹലോ. ഈ വീഡിയോയിൽ നമ്മൾ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രോഷറ്റ് പ്രോജക്റ്റാണ് നോക്കുന്നത്. ഞാനിവിടെ 2 കളർ കോമ്പോസാണ് എടുത്തിരിക്കുന്നത്. റെഡ്, ഇത് കോട്ടൺ യാണാണ്. ഞാൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2mm ഹുക്ക് സൈസാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു വൈറ്റ് കളർ കോട്ടൺ യാണാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പോസ് ചൂസ് ചെയ്യാം. ആൻഡ് ഹുക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും പറഞ്ഞു പോകുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ റെഡ് കളർ കോട്ടൺ യാണാണ് പൗച്ചിൻ്റെ ബോഡിക്ക് വേണ്ടി എടുത്തേക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് സ്ലിപ്പ് നോഡാണ്. സ്ലിപ്പ് നോഡ് ഇടാനായിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലെ 2 ഫിംഗേഴ്സ് എടുക്കുക. ദെൻ നമ്മുടെ യാണിൻ്റെ അണ്ടറിലോട്ട് നമ്മുടെ 2 ഫിംഗേഴ്സ് വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക, മീൻസ് റൊട്ടേറ്റ് ചെയ്യുക. അണ്ടറിലോട്ട് വയ്ക്കുക, ട്വിസ്റ്റ് ചെയ്യുക. ദെൻ നമ്മുടെ ഈ 2 ഫിംഗേഴ്സിൻ്റെ സെൻറ്ററിലോട്ട് ആ ഷോർട്ട് ടെയിൽഡ് യാണിനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. ദെൻ നമ്മുടെ തമ്പും മിഡിൽ ഫിംഗേഴ്സും യൂസ് ചെയ്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലോങ് ടെയിൽ ഉണ്ടല്ലോ, അതിനെ ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്ത് ടൈറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ സ്ലിപ്പ് നോഡ് റെഡി. ചില സമയം സ്ലിപ്പ് നോഡ് ഇടുമ്പോഴത്തേക്കും ആ നോഡ് കുറച്ച് വലുതാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ ലോങ് ടെയിലിനെ ജസ്റ്റ് താഴോട്ട് പുള്ള് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഹുക്കിൻ്റെ ആ ഒരു ഇത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ നമുക്കതിനെ സൈസ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, യാണും ഹുക്കും എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് നോക്കാൻ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ ആ ഫിംഗർ യൂസ് ചെയ്ത് ആ ലോങ് ടെയിലിൻ്റെ അണ്ടറിലോട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ആ താഴെയുള്ള ലോങ് ടെയിലിനെ ആ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. നമ്മുടെ ഫിംഗേഴ്സും മറ്റ് ഫിംഗറും യൂസ് ചെയ്ത് യാണിൻ്റെ സെൻറ്ററിലോട്ട് ഒരു ഹോൾഡ് കൊടുക്കുക. നമുക്കത് ഈസി ആയിട്ട് ചെയ്യാനായിട്ടാണ് ആ ഹോൾഡ് നമ്മളവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് അത് നോക്കിയാൽ മതി. നെക്സ്റ്റ് നമ്മൾ ചെയിൻസാണ് മേക്ക് ചെയ്യുന്നത്. ഈ ചെയിൻസ് എന്ന് പറയുന്നത് പ്രോജക്റ്റിൻ്റെ ഫൗണ്ടേഷനാണ്. അതായിരിക്കും നിങ്ങളുടെ പൗച്ചിൻ്റെ വിത്തും ലെങ്ത്തും ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്മോളർ പൗച്ച് വേണമെങ്കിൽ അതിനെയും കാട്ടി കുറച്ച് ചെയിൻസ് ഇടുക. ലാർജർ പൗച്ചാണ് വേണമെങ്കിൽ അതിനെയും കാട്ടും കുറച്ച് കൂടുതൽ ചെയിൻസ് ഇടുക. ഞാനിപ്പോൾ ഇവിടെ 22 ചെയിൻസാണ് ഇടുന്നത്. ചെയിൻസ് ഇടാനായിട്ട് നമ്മൾ ഹുക്കുണ്ടല്ലോ, ഹുക്ക് യാണിൻ്റെ അണ്ടറിലോട്ട് എടുക്കുക. മീൻസ് യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ഗ്രാബ് ചെയ്യുക. ദെൻ ചെറിയൊരു ഹോൾ കണക്ക് കാണാൻ വേണ്ടി പറ്റും. അതിലൂടെ നമ്മൾ പുൾ ത്രൂ ചെയ്യുക. നമുക്കൊരു വി കാണാൻ വേണ്ടി പറ്റും. ഈ വീനെയാണ് നമ്മൾ ഫസ്റ്റ് ചെയിൻ എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഒരു വീനെ ആയിരിക്കും നമ്മൾ ചെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, യാൺ ഓവർ ചെയ്യുക. ദെൻ അതിനൊന്ന് ഗ്രാബ് ചെയ്ത് പിടിക്കുക, മീൻസ് ജസ്റ്റ് ഒരു ഹോൾഡ് കൊടുക്കുക യാണിന്. ഓക്കെ, ദെൻ ആ വീയിലൂടെ ജസ്റ്റ് ഒന്ന് പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ സെക്കൻഡ് ചെയിനാണ്, മീൻസ് അതൊരു സെക്കൻഡ് വേ ആണ്. സെയിം ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, നമുക്കൊരു വി കിട്ടും. യാൺ ഓവർ ചെയ്യുക, ദെൻ പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ തേർഡ് വി ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. മീൻസ് നമ്മുടെ തേർഡ് ചെയിൻ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ.
Fourth chain, yarn over again and pull through. Fifth chain, yarn over again and pull through. പിന്നെ ഇവിടെ ടോട്ടൽ 22 ചെയിൻസ് ആണ് മേക്ക് ചെയ്യുന്നത്. സെയിം ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. ഭയങ്കര സ്ലോയിൽ പോവുക, ബിക്കോസ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. സോ ശ്രദ്ധിച്ച് ചെയ്യുക. യാൺ ഓവർ അഗെയിൻ ആൻഡ് പുൾ ത്രൂ. ഓക്കെ, നമുക്കിത് കൗണ്ട് ചെയ്യാം. യാൺസ് കൗണ്ട് ചെയ്യുന്ന വി കൺസിഡർ ചെയ്യുന്ന 1 ചെയിൻ ആയിരിക്കും. 1 2 3 4 5 6, ഇതൊരു വി ആണ്. 7 8 9. അപ്പം എൻ്റെ ഹുക്കിൽ ഇപ്പോൾ 9 ചെയിനാണുള്ളത്. ബാക്കി ചെയിൻസ് നമുക്ക് മേക്ക് ചെയ്യാം. ട്വൻറ്റി ചെയിൻസ് മേക്ക് ചെയ്തിട്ട് എക്സ്ട്രാ 2 ചെയിൻസും കൂടെ ആഡ് ചെയ്യുക. ദെൻ നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷേറ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് 2 ചെയിൻസും നമ്മൾ സ്കിപ്പ് ചെയ്യും. ആദ്യത്തെ 2 ചെയിൻസ് എന്ന് മൂന്നാമത്തെ ചെയിനിലായിരിക്കും നമ്മുടെ ആദ്യത്തെ ഡബിൾ ക്രോഷേറ്റ് നമ്മൾ മേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. തേർഡ് ചെയിനിലായിരിക്കും ഫസ്റ്റ് ഡബിൾ ക്രോഷേറ്റ് മേക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് 2 ചെയിൻസ് സ്കിപ്പ് ചെയ്യുക. ഹുക്കിൽ നിന്ന് താഴെയുള്ള മൂന്നാമത്തെ ചെയിനിലോട്ട് ഡബിൾ ക്രോഷേറ്റ് മേക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡബിൾ ക്രോഷേറ്റ് മേക്ക് ചെയ്യാനായിട്ട് ആദ്യം ഹുക്കിനെ യാൺ ഓവർ ചെയ്യുക. യാണിൻ്റെ താഴെക്കൂടെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. ദെൻ തേർഡ് ചെയിനിലോട്ട് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ദെൻ യാൺ ഓവർ ചെയ്യുക. ആദ്യത്തെ ഒരു ലൂപ്പിൽ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. ദെൻ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എഗെയിൻ യാൺ ഓവർ ചെയ്യുക. ദെൻ ഫസ്റ്റ് 2 ലൂപ്പിലൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. ഓൺലി 2 ലൂപ്സിലോട്ട് മാത്രം നമ്മൾ പുൾ ത്രൂ ചെയ്യുകയാണ്. നമ്മുടെ ഹുക്കിലിപ്പം 2 ലൂപ്പായിരിക്കും ബാലൻസ് ഉണ്ടായിരിക്കുന്നത്. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, യാൺ ഓവർ ചെയ്തിട്ട് ബാലൻസ് 2 ലൂപ്പിലൂടെ പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷറ്റ് അങ്ങനെ നമ്മൾ മേക്ക് ചെയ്ത് കഴിഞ്ഞു. സെയിം പാറ്റേണിൽ നമുക്ക് ബാലൻസ് ഉള്ള ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യാം. ദെൻ നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷറ്റ് നമ്മൾ സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ സ്റ്റിച്ച് മാർക്കേഴ്സ് ഇല്ല എങ്കിൽ സേഫ്റ്റി പിൻസ് യൂസ് ചെയ്യാം. ഞാനിവിടെ സേഫ്റ്റി പിൻസാണ് യൂസ് ചെയ്യുന്നത് സ്റ്റിച്ച് മാർക്കറായിട്ട്. സ്റ്റിച്ച് മാർക്കേഴ്സ് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ആ വീലിൻ്റെ അകത്തോടെ പ്ലേസ് ചെയ്യാൻ നോക്കുക. മീൻസ് ഒരു ചെയിനിൻ്റെ അകത്തോടെ വയ്ക്കാൻ വേണ്ടി നോക്കുക. നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഡബിൾ ക്രോഷേറ്റ് മേക്ക് ചെയ്യാം. എഗെയിൻ യാൺ ഓവർ ചെയ്യുക. നമ്മളിപ്പോൾ മേക്ക് ചെയ്ത ഡബിൾ ക്രോഷറ്റിൻ്റെ അവിടെ ഒരു ഹോൾ ഇത്തിരി ബിഗായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ താഴെയുള്ള ചെയിൻസിലായിരിക്കും നമ്മളിനി നമ്മുടെ അടുത്ത ഡബിൾ ക്രോഷേറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് ആ ഒറ്റൊരു ചെയിൻ്റെ അകത്തൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പായിരിക്കും ഉണ്ടായിരിക്കുന്നത്.
എഗെയിൻ യാൺ ഓവർ ചെയ്യുക, ഫസ്റ്റ് 2 ലൂപ്സിൻ്റെ അകത്തൂടെ എടുക്കുക, പുൾ ത്രൂ ചെയ്യുക. ദെൻ എഗെയിൻ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടായിരിക്കും, യാൺ ഓവർ എഗെയിൻ ആൻഡ് പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യേറ്റ് നമ്മൾ മേക്ക് ചെയ്തു, യാൺ ഓവർ അഗെയിൻ. ഇനി നമ്മൾ തേർഡ് ഡബിൾ ക്രോഷ്യേറ്റാണ് മേക്ക് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ, പുൾ ത്രൂ ചെയ്യുക, ഫസ്റ്റ് ചെയിനിലൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. അപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ദെൻ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ബോത്ത് 2 ലൂപ്സിലോട്ട് മാത്രം അറ്റ് എ ടൈം പുൾ ത്രൂ ചെയ്യുക. ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്തെടുക്കുക. വീണ്ടും നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പായിരിക്കും ഉണ്ടായിരിക്കുന്നത്. യാൺ ഓവർ ചെയ്യുക, അഗെയിൻ ബാലൻസ് 2 ലൂപ്പിലൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ, നെക്സ്റ്റ് ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ, ഒറ്റൊരു ചെയിൻ്റെ അകത്തോടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. യാൺ ഓവർ ചെയ്യുക, ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ അകത്തോടെ മാത്രം എടുക്കുക, പുൾ ത്രൂ ചെയ്യുക. എഗെയിൻ യാൺ ഓവർ ചെയ്യുക, ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ അകത്തോടെ മാത്രം എടുക്കുക. ദെൻ ഈ സെയിം സ്റ്റെപ്പായിരിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യാൺ ഓവർ ഇൻസേർട്ട് ചെയ്യുക നെക്സ്റ്റ് ചെയിനിലോട്ട്, യാൺ ഓവർ ചെയ്യുക, ഫസ്റ്റ് 2 ലൂപ്പിലൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. ദെൻ അഗെയിൻ 2 ബാലൻസ് ലൂപ്പിലൂടെ പുൾ ത്രൂ ചെയ്യുക. ഓക്കെ, സെയിം സ്റ്റെപ്പാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സെയിം പാറ്റേൺ നമ്മൾ ലാസ്റ്റ് ചെയിൻ വരെ റിപ്പീറ്റ് ചെയ്യുക. മീൻസ് ലാസ്റ്റ് ചെയിൻ വരെ റിപ്പീറ്റ് ചെയ്യുക. ലാസ്റ്റ് ചെയിനിൽ ഒന്നും നമ്മൾ ഇൻസേർട്ട് ചെയ്യണ്ട. നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. നമ്മൾ ലാസ്റ്റ് ചെയിനെത്തി. ഇതായിരിക്കും നമ്മൾ 22 ഡബിൾ ക്രോഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ചെയിനിലോട്ട് 3 ഡബിൾ ക്രോഷ്യേറ്റ് ആയിരിക്കും മേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ഒറ്റ ഒരു ചെയിനിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യേറ്റാണ് മേക്ക് ചെയ്യുന്നത്. പാറ്റേൺ സെയിമാണ്. യാൺ ഓവർ ചെയ്യുക, യാൺ ഓവർ, ലാസ്റ്റ് ചെയിനിലോട്ട് ഹുക്ക് ഇൻസൈഡ് ചെയ്യുക, യാൺ ഓവർ, ദെൻ ആ ഒറ്റൊരു ചെയിനിലൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. അപ്പം നമ്മൾ ഹുക്കിൽ 3 ലൂപ്പായിരിക്കും ഉണ്ടാകുന്നത്. യാൺ ഓവർ, 2 ലൂപ്പിലൂടെ മാത്രം അറ്റ് എ ടൈം പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ബാലൻസ് 2 ലൂപ്പിലൂടെ പുൾ ത്രൂ ചെയ്യുക. നമ്മൾ എഗെയിൻ ആ സെയിം ചെയിനിലോട്ട് തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യേറ്റ് മേക്ക് ചെയ്യുന്നത്. സെയിം ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്തിട്ട് ദെൻ പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടായിരിക്കും. യാൺ ഓവർ ചെയ്യുക, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. എഗെയിൻ യാൺ ഓവർ ചെയ്യുക, ദെൻ ബാലൻസ് 2 ലൂപ്പിൽ കൂടെ നമ്മൾ പുൾ ത്രൂ ചെയ്യാം. നമ്മൾ സെക്കൻഡ് ഡബിൾ ക്രോഷ്യേറ്റ് മേക്ക് ചെയ്തു. നമ്മൾ ലാസ്റ്റ് ഡബിൾ ക്രോഷ്യേറ്റാണ് മേക്ക് ചെയ്യുന്നത്. സെയിം ചെയിനിലോട്ട് യാൺ ഓവർ ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, പുൾ ത്രൂ, ദെൻ യാൺ ഓവർ, പുൾ ത്രൂ ടു പുൾ ത്രൂ ടു. ഓക്കെ, അപ്പം
അപ്പോൾ നമ്മുടെ 3 ഡബിൾ ക്രോഷറ്റും നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ഇതിന് ബാക്ക് പാനലാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ചെയ്ത 3 ഡബിൾ ക്രോഷറ്റ് സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തെ ഡബിൾ ക്രോഷറ്റ് മീൻസ് 2ാമത്തെ ചെയിനിലോട്ടായിരിക്കും നമ്മൾ ഇനി നമ്മുടെ ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മൾ ബാക്കിലുള്ള മീൻസ് മുകളിലത്തെ വീലോട്ടായിരിക്കും ഇനി നമ്മൾ ഡബിൾ ക്രോഷറ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 3 ഡബിൾ ക്രോഷറ്റ് സ്കിപ്പ് ചെയ്യുക. ദെൻ 4ാമത്തെ ഡബിൾ ക്രോഷറ്റ് നേരെയുള്ള വീലോട്ട് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ആ വീലോട്ടായിരിക്കണം ഇൻസേർട്ട് ചെയ്യേണ്ടത്. ദെൻ ആ ടെയിൽ എൻഡ് ഉണ്ടല്ലോ, ആ ഷോർട്ട് ടെയിൽ എൻഡ് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഫ്രണ്ടിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്കും അത് വീവൻ ആയി പോയിക്കോളും. ഓൾറെഡി അതിൻ്റെ അകത്ത് ആയി പോയിക്കോളും. നമുക്ക് ഇനി വീവ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല, അത് തന്നെ ഹൈഡായിട്ടിരുന്നോളും. ദെൻ നമ്മുടെ ഡബിൾ ക്രോഷറ്റ് നമുക്ക് മേക്ക് ചെയ്യാം. യാൺ ഓവർ ചെയ്യുക. ദെൻ ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. എഗെയിൻ യാൺ ഓവർ ചെയ്യുക. ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ആ ഷോർട്ട് ആ ഹോൾ എന്തൊരു ഹൈഡാകും. ദെൻ എഗെയിൻ നമ്മൾ നെക്സ്റ്റ് ഡബിൾ ക്രോഷറ്റിൻ്റെ മുകളിലുള്ള വീലോട്ട് അടുത്ത ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി പോകുക ആ വീലോട്ട്. ഓക്കെ, ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ പുൾ ത്രൂ. അപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പായിരിക്കും ഉണ്ടായിരിക്കുന്നത്. യാൺ ഓവർ ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ അഗെയിൻ ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ നെക്സ്റ്റ് വീലോട്ട് ഇൻസേർട്ട് ചെയ്യുക. ആ ടെയിൽ എൻഡും കൂടെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കുക. ദെൻ യാൺ ഓവർ പുൾ ത്രൂ. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടായിരിക്കും. യാൺ ഓവർ ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ അഗെയിൻ നെക്സ്റ്റ് ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. അഗെയിൻ നമ്മൾ സെയിം പാറ്റേൺ ആണ്. ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ടു. ദെൻ അഗെയിൻ ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. സെയിം പാറ്റേൺസ് അറ്റ് എൻഡ് വരെ റിപ്പീറ്റ് ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് ചെയിൻ എത്തുമ്പോഴത്തേക്കും അവിടെ നമ്മൾ 2 ഡബിൾ ക്രോഷറ്റ് ആയിരിക്കും മേക്ക് ചെയ്യുന്നത്. ഒരു ചെയിനിൽ 2 ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യും. യാൺ ഓവർ ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ അഗെയിൻ യാൺ ഓവർ ആൻഡ് പുൾ ടു 2 ലൂപ്പിലൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. അപ്പം സെയിം ചെയിനിലോട്ട് തന്നെ നമുക്ക് അടുത്ത 2ാമത്തെ ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യാം. യാൺ ഓവർ ഇൻസേർട്ട് ചെയ്യുക. സെയിം ചെയിനിലോട്ട് പുൾ ത്രൂ. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടായിരിക്കും. യാൺ ഓവർ ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. നമ്മുടെ സ്റ്റിച്ച് മാർക്കറിൻ്റെ അടുത്ത് നമ്മളെത്തി. ദെൻ നമ്മൾ സ്റ്റിച്ച് മാർക്കർ മാറ്റുക. ഇനി നമ്മൾ ആ സ്റ്റിച്ച് മാർക്കർ വെച്ചിരുന്ന ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ആയിരിക്കും ചെയ്യുന്നത്. നമ്മുടെ ഹുക്ക് ആ ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. ദെൻ യാൺ ഓവർ ചെയ്യുക. ആ ഒരു ചെയിനിലൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. ദെൻ യാൺ ഓവർ ചെയ്യരുത്. വീണ്ടും നമ്മൾ ആ സെയിം ഇതിനെ തന്നെ പുൾ ത്രൂ ചെയ്യുക. വീണ്ടും പുൾ ത്രൂ ചെയ്യുക. ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. മിക്ക ബിഗിനേഴ്സും ഇത് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ജസ്റ്റ് അപ്പോൾ ഇവിടെ ചെറിയൊരു നോഡ് കണക്ക് നമ്മളല്ലെങ്കിൽ നെക്സ്റ്റ് റൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ചെയിനായിട്ട് കൺസിഡർ ചെയ്തിട്ട് അവിടെ നമ്മൾ ഡബിൾ ക്രോഷറ്റ് വല്ലതും മേക്ക് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോഴത്തേക്കുള്ള
ദെൻ നമ്മളിവിടെ ചെയിൻ 2 ചെയ്തിട്ടാണ് ഡബിൾ ക്രോഷ്യേറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി പോകണം. ഞാൻ ഇവിടെ ഇപ്പം ചെയിൻ 2 ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അത് ചെയ്യാതെയാണ് ഞാൻ നെക്സ്റ്റ് ചെയിനിലോട്ട് ഡബിൾ ക്രോഷ്യേറ്റ് മേക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞത് കണക്ക് ചെയിൻ 2 എന്ന് പറയുന്നത് ഹൈറ്റ് കൊടുക്കുന്നതാണ്. നമ്മൾ ജസ്റ്റ് അതൊന്നിത്തിരി സൈഡ് നോക്കുമ്പോഴത്തേക്ക് ആ വി കാണാൻ വേണ്ടി പറ്റും. ആ വീൻ്റെ അകത്തോട്ടാണ് നമ്മൾ ഡബിൾ ക്രോഷ്യേറ്റ് മേക്ക് ചെയ്യുക. റിമെമ്പർ ചെയ്യുക, ഞാനിവിടെ 2 ചെയിൻസ് ഇടാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ട്. നിങ്ങളത് 2 ചെയിൻസ് ഇട്ടിട്ട് വേണം നെക്സ്റ്റ് ചെയിനിലോട്ട് മീൻസ് നെക്സ്റ്റ് വീയിലോട്ട് ഡബിൾ ക്രോഷ്യേറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ റൗണ്ടിലും ഫസ്റ്റ് ഡബിൾ ക്രോഷ്യേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് മാർക്കേഴ്സ് വയ്ക്കാനായിട്ട് മറക്കരുത്. സെക്കൻഡ് റൗണ്ട് നമ്മൾ സെയിം ഡബിൾ ക്രോഷ്യേറ്റ് ആയിരിക്കും ഇവിടെ ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഓൾ ചെയിൻസിലും നമ്മൾ ഡബിൾ ക്രോഷ്യേറ്റ് ആയിരിക്കും ചെയ്യുന്നത്. മാർക്കിൻ്റെ തൊട്ടടുത്ത് വരെ യാൺ ഓവർ ചെയ്യുക. നെക്സ്റ്റ് വീക്കകത്ത് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പിൽ കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. മീൻസ് ആ ചെയിനിൽ കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം, ആ വി കൂടെ ഇൻസേർട്ട് ചെയ്യുക. അല്ലാതെ ഫ്രണ്ട് ലൂപ്പിൽ മാത്രമായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. എഗെയിൻ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഫസ്റ്റ് ചെയിനിലൂടെ മാത്രം നമ്മുടെ ഹുക്കിന് 3 ലൂപ്പ് ഉണ്ടായിരിക്കും. യാൺ ഓവർ ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ പുൾ ത്രൂ 2. യാൺ ഓവർ അഗെയിൻ നെക്സ്റ്റ് വീയിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ 2. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ 2. യാൺ ഓവർ അഗെയിൻ നെക്സ്റ്റ് ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ 2. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ 2. യാൺ ഓവർ അഗെയിൻ നെക്സ്റ്റ് വീയിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. യാൺ ഓവർ അഗെയിൻ നെക്സ്റ്റ് 2 ലൂപ്പിലൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ 2. സെയിം പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യുക. യാൺ ഓവർ ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ 2. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ 2. സെയിം പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ 2. യാൺ ഓവർ അഗെയിൻ ആൻഡ് പുൾ ത്രൂ 2. നമ്മളിവിടെ ഒറ്റ ഒരു ചെയിനിൽ എക്സ്ട്രാ 2 or 3 ഡബിൾ ക്രോഷ്യേറ്റ് മേക്ക് ചെയ്യുന്നില്ല. ദെൻ നമ്മൾ സ്റ്റിച്ച് മാർക്കറിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ചെയിനിലോട്ട്. യാൺ ഓവർ ഒറ്റൊരു ചെയിനിലോട്ട് പുൾ ത്രൂ ചെയ്യുക. ദെൻ വീണ്ടും പുൾ ത്രൂ ചെയ്യുക. പുൾ ത്രൂ ചെയ്താൽ മതി. ദെൻ ടൈറ്റ് ചെയ്യുക, നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക. റൗണ്ട് 2 കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പൗച്ച് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. സ്റ്റിച്ച് ഇടുക, 2 ചെയിൻസ് ഇടുക. നെക്സ്റ്റ് ചെയിനിലോട്ട് ഡബിൾ ക്രോഷ്യേറ്റ് മേക്ക് ചെയ്യുക. ജസ്റ്റ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡബിൾ ക്രോഷ്യേറ്റ് മേക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ പൗച്ചിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അതിനിപ്പം 2 ചെയിൻസ് മേക്ക് ചെയ്ത് നെക്സ്റ്റ് ചെയിനിലോട്ട് ഡബിൾ ക്രോഷ്യേറ്റ് മേക്ക് ചെയ്യുകയാണ്. നെക്സ്റ്റ് വീയിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. പുൾ ത്രൂ, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ 2. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ 2. സെയിം പാറ്റേൺ തന്നെയാണ്. ഇനി ഞാൻ പറഞ്ഞാൽ നമുക്ക് ബോറടിക്കും. പാറ്റേൺ കണ്ടിന്യൂസ് ചെയ്യുക. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യേറ്റ് മേക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ
സ്റ്റിച്ച് മാർക്കേഴ്സ് ഇടാൻ വേണ്ടി മറക്കരുത്. ബിഗിനേഴ്സാണ്, നമ്മൾ സ്റ്റിച്ച് മറന്നു പോകും. നയൻ റൗണ്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ പൗച്ച് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ റൗണ്ട് ചെയ്യാം. പൗച്ചിൻ്റെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ലാസ്റ്റത്തെ നമ്മൾ സ്ലിപ്പ് നോളാണ് ഇടുന്നത്. yarn over, then yarn over, tighten ചെയ്യുക. ചെയിൻ 1 ചെയ്യാം. ചെയിൻ 1 ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് യാൺസ് ഇങ്ങനെ ഇതാണ് കട്ട് ചെയ്തത്. നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ടൈറ്റ് ആക്കിയാൽ മതി ആയിരിക്കും. 10 റോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പേഴ്സ് ഇരിക്കുന്ന. ഇനി നമ്മൾ സ്ട്രാപ്പാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്ട്രാപ്പിന് വേണ്ടി ഞാൻ വൈറ്റ് കളർ കോട്ടൺ യാണാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോഡ് മേക്ക് ചെയ്യുക. ദെൻ നമ്മൾ ചെയിൻസ് ആണ് ഇടുന്നത്. വേറെ ചെയിൻസ് ഒന്നും ചെയ്യുന്നില്ല. ഡബിൾ ക്രോഷേറ്റോ സിംഗിൾ ക്രോഷേറ്റോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ചെയിൻസ് മാത്രം. yarn over and pull through. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയിൻ മേക്ക് ചെയ്യാം. yarn over again and pull through, yarn over and pull through. ചെയിൻസ് മേക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം, അതാ കറക്റ്റായോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട്. ലെങ്ത് എത്രയാണോ നോക്കാനായിട്ട്. ഇപ്പം ഞാനൊരു 48 or 15 ചെയിൻസ് എന്തോ ചെയ്തിട്ടുണ്ട്. സ്ട്രാപ്പ് കുറച്ച് വന്നിട്ട് താഴെ ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ വേണം ചെയിൻസ് ഇടാനായിട്ട്. എന്നാലേ അത് നമുക്ക് വലിക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഇതാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ബാലൻസ് ചെയ്യാണ്. കട്ട് ചെയ്യാം. ദെൻ ജസ്റ്റ് ഒത്തിരി ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമ്മളിത് വീവിങ് ചെയ്യാനാണ് പോണത്. അതിന് നമുക്ക് ടേണിങ് നീഡിൽ വേണം. നോർമലി നമ്മുടെ സൂചി. ക്രോഷറിനായിട്ട് സ്പെഷ്യലായിട്ട് നീഡിൽസ് ഉണ്ട്. നമ്മൾ സാധാ നീഡിൽസ് യൂസ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ജസ്റ്റ് യാണിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളെങ്ങനെയാണോ സൂചിയിൽ നൂലിടുന്നത് അതേ സെയിം രീതിയിൽ യാൺസിനെ അതിൻ്റെ അകത്തോട്ടാക്കുക. നമ്മൾ കറക്റ്റായിട്ട് ആ ചെയിൻ വരുന്ന ഭാഗം നോക്കി വേണം ചെയ്യാനായിട്ട്. റോങ് സൈഡ് ഒരിക്കലും
പുറത്ത് കാണുന്ന രീതിയിൽ വീവും ചെയ്യാൻ വേണ്ടി പാടില്ല. അത് കാണാൻ കുറച്ച് ബോറായിരിക്കും. കറക്റ്റ് ഈ വീസ് കാണുന്ന രീതിയിൽ തന്നെ വീവ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഞാനിപ്പം രണ്ടാമത്തെ റോയിലാണ് ഞാൻ സ്ട്രാപ്പ് വയ്ക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. നിൽക്കുകയാണെങ്കിൽ ആദ്യത്തെ റോയിൽ വയ്ക്കാം, എനിക്ക് മൂന്നാമത്തെ റോയിൽ വയ്ക്കാം. ഞാനിപ്പോൾ സെക്കൻഡ് റോയിലാണ് വയ്ക്കുന്നത്. എന്നിട്ട് ഏതെങ്കിലും ഒരു റാൻഡമായിട്ട് 2 സ്റ്റിച്ചിൻ്റെ അകത്തൂടെ ജസ്റ്റ് ആ നീഡിൽ ഇൻസേർട്ട് ചെയ്യുക. ദെൻ ഇപ്പം നമ്മൾ അപ്വേർഡാണല്ലോ ചെയ്തത്, ഇനി 2 ചെയിൻ അതേ കണക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഡൗൺവേർഡായിട്ട് നീഡിൽ ഇൻസേർട്ട് ചെയ്യാം. ദെൻ എഗെയിൻ 2 സ്കിപ്പ് ചെയ്ത് അപ്വേർഡ് എടുക്കുക, 2 സ്കിപ്പ് ചെയ്ത് ഡൗൺവേർഡ് എടുക്കുക, എഗെയിൻ 2 സ്കിപ്പ് ചെയ്യുക, ഇൻസേർട്ട് എടുക്കുക, ഔട്ട്സേർട്ട് എടുക്കുക. സെയിം ഈ പാറ്റേണിൽ നമ്മുടെ സ്ട്രാപ്പ് ഇൻസേർട്ട് ചെയ്യുക. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. 2 സ്കിപ്പ് ചെയ്യുക, ഇൻസേർട്ട് ആക്കുക, ദെൻ 2 സ്കിപ്പ് ചെയ്യുക, ഔട്ട്സൈഡിലോട്ട് എടുക്കുക. ആ പൗച്ച് കംപ്ലീറ്റ്ലി അങ്ങനെ ചെയ്യുക. നമുക്ക് ലാസ്റ്റായിട്ട് ഇനി സ്ട്രാപ്പിന് ചെറിയൊരു നോട്ട് ഇട്ട് കൊടുക്കാം. നോർമലി നമ്മൾ നോട്ട് ഇടുന്നത് എങ്ങനെയാണ്, അതേ സെയിം കണക്ക് നോട്ട് ഇടുക. നോട്ട് ഇടുമ്പോഴത്തേക്കും ആ 2 ചെയിൻസിൻ്റെയും അറ്റത്തോട്ട് തന്നെ ആ നോട്ട് ഇടാൻ വേണ്ടി നോക്കണം. അല്ലെങ്കിൽ ചെയിൻസിൻ്റെ അകത്തോട്ട് അതിടാൻ വേണ്ടി പാടില്ല. അത് സൂക്ഷിച്ച് സ്ലോലി ചെയ്യണം. ദെൻ ബാലൻസ് വരുന്ന യാണില്ലേ, അത് കുറച്ച് സ്പേസ് വിട്ടിട്ട് കട്ട് ചെയ്ത് കളയാം. ലാസ്റ്റ് നമ്മുടെ ബാലൻസ് കിടക്കുന്ന യാൺസ് ഒന്ന് ഹൈഡ് ചെയ്യാനാണ് ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നമ്മൾ എങ്ങനെയാണ് നേരത്തെ സ്ട്രാപ്പ് അതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്തത്, അതേ കണക്ക് ആ ബാലൻസ് ഉള്ള യാൺ എടുക്കുക. റാൻഡം സ്റ്റിച്ചേഴ്സ് ചൂസ് ചെയ്യുക ഇൻസൈഡിലുള്ളത്. ദെൻ ഹൈഡ് ചെയ്യുക. ഞാൻ ചൂസ് ചെയ്ത ചെയിൻസ് തന്നെ ചൂസ് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് റാൻഡം ചെയിൻസ് ചൂസ് ചെയ്യുക, അതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുക. സോ കൺഗ്രാറ്റ്സ്, നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ബിഗിനർ
ട്യൂട്ടോറിയലാണ്. നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സിമ്പിൾ ചെയിൻസും ഡബിൾ ക്രോഷേറ്റും മാത്രം യൂസ് ചെയ്തേക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇയർപോഡ്സ് വയ്ക്കാം, നമ്മുടെ ക്യാഷ് വയ്ക്കാം, പൗച്ചായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് വേണ്ടിയുള്ള പുതിയ പുതിയ പ്രോജക്ട്സ് എൻ്റെ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.